إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ സമയമാണ്. ഐഹിക ലോക ജീവിതത്തിലെ നാം ചെലവഴിക്കുന്ന ഓരോ സമയവും നിമിഷാർദ്ധങ്ങളും യഥാർത്ഥത്തിൽ ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക് വേണ്ടുന്ന കർമ്മവേദിയൊരുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ആയുസ്സായി നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ വസീലയാണ്, മാധ്യയാണ്. ഒന്നുകിൽ ഈ സമയം ഉപയോഗിച്ച് ശാശ്വതമായ സുഖങ്ങൾ നേടാൻ നമുക്കിത് മുടക്കുമുതലായി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ സമയവും ആയുസ്സും ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷയുടെ കേദാരമായ നരകം ഇത് കൊടുത്ത് നമുക്ക് വിലക്ക് വാങ്ങാം. രണ്ടാലൊന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്നു. രാവും പകലുകളും മാറി മറിയുന്നത് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അതിനെ വീക്ഷിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാൻ, അവന്റെ ആയത്തുകളായി ദൃഷ്ടാന്തങ്ങളായി മനസ്സിലാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, വഹുവല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫ ലിമൻ അറാദ അൻ യദ്ദക്കറ വ അറാദ ശുകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു രാവിനെയും പകലിനെയും മാറ്റി മാറ്റി സംഭവിപ്പിക്കുന്നവൻ. പകൽ മാറി രാവ് വരുന്നതും ഒരു ദിവസം രാത്രി പിന്നിട്ട് പിറ്റേന്ന് പകൽ പൊട്ടിപ്പുറപ്പെടുന്നതും രാപ്പകലുകളുടെ വ്യതിയാനമുണ്ടല്ലോ, അത് മാറി മാറി വരുന്ന പ്രതിഭാസമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ സംവിധാനിച്ചവൻ. എന്തിനു വേണ്ടിയാണത്? ലിമൻ അറാദ അൻ യദ്ദക്കർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ആകാശഭൂമികളിൽ ഏതു മനുഷ്യനും കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചും ബോധ്യപ്പെടാവുന്ന അനിഷേധ്യമായ അവന്റെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളാകുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ ഇത് കണ്ടു പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. ഇത് കണ്ട് ഉത്ഭുതരാകാൻ വേണ്ടിയാണ്. വെറുതെ രാവും പകലും മാറി മറിയുന്നത് കണ്ടു തീർത്ത് ജീവിച്ചൊടുക്കാനുള്ളവരല്ല യഥാർത്ഥ മുസ്ലിം. ഔ അറാദ ശുകൂറ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നന്ദി, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ
അതിന് നന്ദി ചെയ്യാൻ വേണ്ടി ആ രാപ്പകലുകളുടെ വ്യതിയാനത്തിലെ പാഠങ്ങൾ അവൻ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, യംബഗി ലിൽ മുഅ്മിനി അൻ യത്തഖിദ മിൻ മുറൂറിൽ ലയാലി വൽ അയ്യാം ഇബ്റതൻ വഇള. രാവും പകലും മാറി മാറി വരുന്നത് കാണുന്ന ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ പാഠവും സാരോപദേശവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുകൂറ. എന്താണ് അവർക്കുള്ള പാഠം? ദിവസവും നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, പിറ്റേന്ന് വീണ്ടും നേരം പുലരുന്നു. രാപ്പകലുകളുടെ മാറി മാറിയുള്ള പ്രയാണം ഒരു മുഅ്മിനിന് സമ്മാനിക്കുന്ന പാഠം എന്താണ്? സാരോപദേശം എന്താണ്? ഫഇന്നൽ ലൈല വന്നഹാറ യുബ്ലിയാൻ. അതേ, രാവും പകലും അത് മാറി മാറി സംഭവിക്കും. ഫഇന്നൽ ലൈല വന്നഹാറ യുബ്ലിയാൻ കുല്ല ജദീദിൻ. രാവും പകലും മാറി മാറി സംഭവിക്കുന്നത് കൊണ്ട് എല്ലാ പുതിയതും പഴയതായി തീരും. ഇതാണ് ഒന്നാമത്തെ പാഠം. ദിവസവും നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, രാവും പകലും മാറി മാറി സഞ്ചരിക്കുന്നു. ഒന്നാമത്തെ പാഠം എന്താണ്? എല്ലാ പുതിയതും പഴയതായി മാറും. വയുഖർരിബാനി കുല്ല ബഈദിൻ. എല്ലാ അകലെയുള്ളതും നിനക്കടുത്തേക്ക് വരും. വയത്വിയാനിൽ അമാർ. ആയുസ്സും അവധിയും ചുരുട്ടപ്പെടും, നിന്റെ ആയുസ് എണ്ണപ്പെടും. വയശുബ്ബാൻ അസ്സിഗാർ. ചെറുപ്രായക്കാർ അവർ യുവാക്കളാകും. വയഫ്നിയാൻ അൽ കിബാർ. പ്രായമേറിയ ആളുകൾ അവർ മരിച്ചു മണ്ണായി തീരും. വഹാദാ കുല്ലുഹു മശ്അറുൻ ബിതവല്ലി ദുനിയ വഇഖ്ബാലുൽ ആഖിറ. ഇതെല്ലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത്, ഇതാ നിന്റെ മുമ്പിലേക്ക് ഇതാ വരുന്നത് ആഖിറമാണ്. ദുനിയാവ് നിന്നോട് വിട പറയുകയാണ്. ഇതാണ് ദിവസവും നേരം വെളുത്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാവും പകലും മാറി മാറി വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം. ശരിയാണ്, എല്ലാ പഴയതും പുതിയതും പഴയതായിത്തീരുന്നു. എല്ലാ പുതിയതും പഴയതായിത്തീരുന്നു. എല്ലാ അകലെയുള്ളതും അടുത്തായിത്തീരുന്നു. ആയുസ് ചുരുട്ടപ്പെടുന്നു. ചെറുപ്രായക്കാർ ബാല്യവും കൗമാരവും വിട്ട് യുവാക്കളായിത്തീരുന്നു. യുവാക്കൾ മധ്യവയസ്കതയിലേക്ക് എത്തുന്നു. മധ്യവയസ്കന്മാർ പ്രായാധിക്യത്തിലേക്ക് താഴ്ന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ച ആഖിറമുണ്ടല്ലോ, അത് നമ്മോട് അടുക്കുന്നു. ദുനിയാവ് നമ്മോട് വിടവാങ്ങുന്നു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്ന ദുനിയ ഖദിത്തഹലത് മുദ്ബിറ. ദുനിയാവിന്റെ സഞ്ചാരം പിന്നോട്ടാണ്. രാവും പകലും പിന്നോട്ടാക്കി ദുനിയാവ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. ദുനിയാവ് അവസാനിക്കുകയാണ്. ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. വഇന്നൽ ആഖിറ ഖദിത്തഹലത് മുഖ്ബില. ഇനി നിനക്ക് മുന്നിടാനുള്ളത്, മുന്നിൽ വരുന്നത് ആഖിറമാണ്. നിന്റെ മുന്നിലേക്ക് അടുക്കുന്നത് ആഖിറമാണ്. വലികുല്ലിൻ മിൻഹുമാ ബനൂൻ. നശിക്കുന്ന പിന്നിലാകുന്ന ദുനിയാവിനും നശിക്കാത്ത മുമ്പിലേക്ക് വരുന്ന പരലോകത്തിനും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ ആഖിറത്തിന്റെ ഒരിക്കലും നശിക്കാത്ത പരലോകത്തിന്റെ മക്കളാകുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. നശിക്കുന്ന ദുനിയാവിന്റെ മക്കളായി മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബുൻ. ഇന്ന് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ രാപ്പകലുകളിൽ പണിയെടുക്കാനുള്ള അവസരമാണ്. നിങ്ങൾ പണിയെടുത്തുകൊള്ളുക. വലാ ഹിസാബുൻ. ഇവിടെ വിചാരണയില്ല, അല്ലാഹുവിന്റെ ചോദ്യം ചെയ്യലില്ല, മഹ്ശറില്ല. മറിച്ച് വഗദൻ ഹിസാബുൻ വലാ അമലുൻ. നാളെ പരലോകത്ത് നിനക്ക് അവിടെ പണിയെടുക്കാനുള്ള അവസരമില്ല. അമൽ ചെയ്യാനുള്ള വേദി ദുനിയാവാണ്. അവിടെ വിചാരണ മാത്രമാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന ദുനിയ ലൈസത് ബിദാരി ഖറാരിക്കും. ദുനിയാവെന്നത് നിങ്ങൾക്ക് കാലാകാലം താമസിക്കാനുള്ള ഇടമല്ല. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ദുനിയാവ് നിന്റെ രാജ്യമല്ല. ദുനിയാവിൽ നിന്റെ വീടില്ല. നിന്റെ വീട് ദുനിയാവിലല്ല. നിന്റെ രാജ്യം ദുനിയാവല്ല. നീ ദുനിയാവിൽ കാലാകാലം ജീവിക്കുമെന്ന് നീ വ്യാമോഹിക്കേണ്ട. കതബല്ലാഹു അലൈഹൽ ഫനാ. ഈ ദുനിയാവ് നശിക്കുന്നതാണ് എന്ന് അല്ലാഹു എഴുതി വെച്ചതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ. അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ എല്ലാം, ഭൂമുഖത്തുള്ള എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മാന്യനും അത്യുദാരനുമായ മഹാനായ റബ്ബിന്റെ മുഖം മാത്രം അവശേഷിക്കും. അതേ, ദുനിയാവ് നശിക്കുമെന്നത് അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. അത് സംഭവിക്കും. വകതബല്ലാഹു അലാ അഹ്ലിഹാ ദഅൻ.
ദുനിയാവിന്റെ ആളുകളെല്ലാം അവർ ഇവിടെ നിന്ന് യാത്രയാകും, വിട പറയേണ്ടി വരുമെന്നതും അള്ളാഹു എഴുതി വെച്ചതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ദുനിയാവിൽ കാലാകാലം ജീവിക്കാമെന്ന്? ദുനിയാവ് രാജ്യമായും നാടായും വീടായും സ്വദേശമായും നീ എങ്ങനെ ദുനിയാവിനെ മനസ്സിലാക്കും? ഫകം മിൻ ആമിരിൻ മൂസികിൻ അൻ ഖലീലിൻ യഖ്റബ് വകം മിൻ മുഖീമിൻ മുക്തബിൻ അമ്മാ ഖലീലിൻ ജദ്അൻ. എത്രയെത്ര പ്രായാധിക്യമുള്ള ആളുകളാണ് മരണം ഇന്ന് നാളെ എന്ന് പ്രതീക്ഷിച്ച് അവർ കാലാകാലം ജീവിക്കുന്നതായി നീ കാണുന്നത്. പക്ഷേ എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര ചെറുപ്രായക്കാരാണ് പെട്ടെന്ന് പൊടുന്നനെ മരണം അവരെ കീഴ്പ്പെടുത്തുന്നത്. നീ ഇത് കാണുന്നില്ലേ? അതുകൊണ്ട് നിന്നെ ദുനിയാവ് ഇവിടെ നിന്ന് ജപ്തിയാക്കുന്നതിന് മുമ്പ് നീ ഒരു ദിവസം ഇവിടുന്ന് ജപ്തിയായി പോകേണ്ടി വരും. നിന്നെ ദുനിയാവ് ഇവിടുന്ന് പുറത്തേക്കും, 6 അടി മണ്ണിലേക്ക് നിന്നെ അടക്കപ്പെടും. അതുകൊണ്ട് നീ ദുനിയാവിൽ നിന്ന് ജപ്തിയാകുന്നതിന് മുമ്പ് ദുനിയാവിനോട് നീ നല്ല നിലക്ക് യാത്ര പറഞ്ഞ് വിടവാങ്ങിക്കോളൂ. നിന്റെ വിടവാങ്ങൽ യാത്ര നീ നന്നാക്കിക്കോളൂ. ആ യാത്രക്ക് വേണ്ടി ഏറ്റവും നല്ല പാധേയമായ തഖ്വ നീ കൈമുതലാക്കിക്കോളൂ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഏതാനും ചില ദിവസങ്ങളാണ്. ഓരോ ദിവസവും ദുനിയാവിൽ നിന്ന് നമ്മോട് വിട പറയുമ്പോൾ നമ്മുടെ ആയുസിന്റെ അംശമാണ് തീർന്നു പോകുന്നത്, നമ്മുടെ ആയുസാണ് ചുരുങ്ങിപ്പോകുന്നത്. അൽയൗമു മിൻഹു യഹ്ദിമു ശഹർ വശഹ്റു യഹ്ദിമു സന. ദിവസങ്ങൾ മാസങ്ങളെയും മാസങ്ങൾ വർഷങ്ങളെയും ഇല്ലാതാക്കുന്നു. വസ്സനതു തഹ്ദിമുൽ ഉമൂർ. നിന്റെ വർഷങ്ങൾ ആയുസിനെ ഇല്ലാതാക്കുന്നു. വകുല്ലു സഅത്തിൻ തംളി മിനൽ അബ്ദി ഫഹിയ മുദ്നിയ ലഹു മിനൽ അജൽ. നീ പിന്നിടുന്ന ഓരോ മണിക്കൂറും ഓരോ നിമിഷങ്ങളും നിന്റെ അവധിയിലേക്ക് നിന്നെ അടുപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ നബിൻതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലാ യസ്ദദ് ഫീഹി അമലി. ഒരു ദിവസം, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദിവസം ഞാൻ ഖേദിച്ചിട്ടില്ല, ഏറ്റവും അധികം ഞാൻ ഖേദിച്ചിട്ടില്ല ഈ കാര്യത്തിന് വേണ്ടിയല്ലാതെ. നഖസ ഫീഹി അജലി, എന്റെ ആയുസിത ചുരുങ്ങിയിരിക്കുന്നു. ഒരു ദിവസമാണ് എന്നിൽ നിന്ന് പിന്നിട്ടത്. ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമയം പിന്നിട്ടു, ഒരു ദിവസം എന്നിൽ നിന്ന് വിടവാങ്ങി. ഞാൻ ആലോചിക്കുകയാണ്, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം ചുരുങ്ങിപ്പോയിരിക്കുന്നു, കുറഞ്ഞു പോയിരിക്കുന്നു. വലം യസ്ദദ് ഫീഹി അമലി. പക്ഷേ എന്റെ പ്രവർത്തനം, പരലോകത്തിന് വേണ്ടിയുള്ള അമൽ, അതിനൊരു കുറവും ഒരു കൂടുതലും സംഭവിച്ചിട്ടില്ല. പരലോകത്തേക്ക് വേണ്ടി എന്റെ ആയുസ് ചുരുങ്ങിപ്പോയിട്ടും ആ ദിവസം ഞാൻ പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്തിട്ടില്ല എങ്കിൽ ആ ദിവസത്തേക്കാൾ ഞാൻ വിഷമിച്ച, ഖേദത്തിലായ മറ്റൊരു ദിവസവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒരു 100 രൂപ അല്ലെങ്കിൽ കേവലം ആയിരങ്ങൾ ഒരു ദിവസം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ദുനിയാവിന്റെ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും വിഭവങ്ങൾ നമുക്കൊരു നഷ്ടം നേരിട്ടാൽ, മാന്യം നേരിട്ടാൽ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥമായ മാനസിക നില താളം തെറ്റും. നോക്കൂ നിങ്ങൾ, മുൻഗാമികൾ അവരുടെ മനസ്സിന്റെ താളം തെറ്റിയത്, അവർ ഒരു ദിവസം കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ അവർ ഖേദിച്ച് നഷ്ടബോധത്തോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി ആത്മവിചാരണ നടത്തിയത്, ഒരു ദിവസം കുറഞ്ഞുപോയിട്ടും പരലോകത്തേക്ക് വേണ്ടിയുള്ള എന്റെ പണി അത് കൂടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അദ്റക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. ഒരു സമൂഹത്തെ ഞാൻ പുൽകുകയുണ്ടായി, ഞാനൊരു സമൂഹമായി സഹവസിക്കുകയുണ്ടായി. ആരാണവർ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. നിങ്ങളെക്കാൾ സമയത്തിന്റെ വിഷയത്തിൽ നിഷ്കർഷത പാലിച്ച, സമയം അമൂല്യമായി ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു വിഭാഗം ആളുകൾ. അവർ സമയത്തിന് കൽപ്പിച്ച വില നിങ്ങൾ നിങ്ങളുടെ ദിർഹമുകൾക്കും ദീനാറുകൾക്കും നിങ്ങളുടെ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾക്കും നിങ്ങൾ കൽപ്പിച്ചതിനേക്കാൾ ഗൗരവമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പാദിക്കാൻ, പൈസയുണ്ടാക്കാൻ, ദുനിയാവിൽ ആഗ്രഹിക്കുന്നതെല്ലാം വെട്ടിപ്പിടിക്കാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിനപ്പുറത്ത് ആ ദിവസവും മാസങ്ങളും വർഷങ്ങളും പിന്നിടുന്നത് നമ്മുടെ ആയുസിനെ ചുരുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി പരലോകത്തിനു വേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരാൾ ഒരു ദിവസം അവൻ നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അവന്റെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ, അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ആ ദിവസം അത് നഷ്ടമാണ്, അത് നാശമാണ്. ഒന്നുകിൽ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവന്റെ മേൽ നിർബന്ധമാക്കി എന്തെങ്കിലും ഹക്ക്,
എന്തെങ്കിലും നിർബന്ധമായ ബാധ്യതകൾ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടാകും. മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട്, വേണ്ടപ്പെട്ട അടുത്ത ബന്ധുക്കളോട്, ഇങ്ങനെ അള്ളാഹു ദുനിയാവിൽ പടപ്പുകൾക്കുമേൽ നമുക്ക് നിർബന്ധമാക്കിയ ഹക്കുണ്ടാകും. അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കണം. അതല്ലെങ്കിൽ റബ്ബിനോടുള്ള ഫർളായ ബാധ്യതകൾ, നിസ്കാരം, നിർബന്ധമായ മറ്റ് ഇബാദത്തുകൾ, ഇതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ പരിശോധിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ മറ്റു ജനങ്ങൾക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ദുനിയാവിലെ നേട്ടങ്ങൾക്കുമേൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഹംദ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ അറിവ് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊന്നും അവന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ ദിവസത്തോട് അവൻ ക്രൂരതയാണ് പ്രവർത്തിച്ചത്. അല്ല, അവനെ തന്നെ അവൻ ആക്രമിക്കുകയാണ് ചെയ്തത്. അവന്റെ ദിവസത്തെ അവൻ ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്നു, നാമാവശേഷമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസത്തെയും ഒരു മുസ്ലിം വിചാരണ ചെയ്യണമെന്നാണ്. ഒരു നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ, ഒരു നന്മ സ്ഥാപിക്കാൻ, ഒരു നന്മയുടെ കാവലാളാകാൻ, നിർബന്ധമായ ബാധ്യതകൾ നിറവേറ്റാൻ, അള്ളാഹുവിനോടുള്ള ഹക്ക് വാജിബായ കർമ്മങ്ങൾ അത് വീഴ്ച വരുത്താതെ വീണ്ടെടുക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ, പ്രവർത്തിക്കാൻ, ഇങ്ങനെ ഓരോ ദിവസവും ഇതിലെന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പുതുതായി സമ്പാദിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ആ ദിവസം നമുക്ക് നഷ്ടമാണ്. ദുനിയാവിൽ എത്ര ലക്ഷങ്ങളും കോടികളും നമ്മൾ സമ്പാദിച്ചാലും ശരി, ഈ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾക്ക് പകരം ദുനിയാവ് മുഴുവൻ അപ്പുറത്ത് നമ്മുടെ തുലാസിൽ കനം തൂങ്ങിയാലും ശരി, ഇത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ആ ദിവസം നിനക്ക് നഷ്ടമാണ്, ആ ദിവസം നിനക്ക് ഖേദമാണ് എന്നാണ് മുൻഗാമികളുടെ ഭാഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇന്നൽ ലയാലി വൽ അയ്യാം ഹിയ റഅ്സു മാലിൽ ഇൻസാൻ. രാവും പകലുകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുടക്കുമുതലാണ്. അവൻ പരലോകത്തേക്ക് ചെയ്യുന്ന ലാഭകരമായ കച്ചവടത്തിന് വേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന മുടക്കുമുതൽ, അവന്റെ മൂലധനം, ഈ മൂലധനമാകുന്ന രാവും പകലും അവൻ പണിയെടുത്താൽ അവന് നാളെ ആഖിറത്തിൽ ലഭിക്കുന്നത്, ലാഭമായി കൊയ്യാൻ സാധിക്കുന്നത് സ്വർഗമാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ അവന് നേരിടുന്ന നഷ്ടം നരകമാണ്. അസ്സനതു ശജറത്തുൻ, വർഷങ്ങൾ എന്നത് ഒരു മരത്തെ പോലെയാണ്, ഒരു വടവൃക്ഷത്തെ പോലെ. വശുഹൂറു ഫുറൂഉഹാ, ആ വർഷങ്ങളിലെ ഓരോ മാസങ്ങളും ആ മരത്തിന്റെ ചില്ലകൾക്ക് സമാനമാണ്. വൽ അയ്യാമു അഗ്സാനുഹാ, അതിലെ ദിവസങ്ങൾ അതിലെ കമ്പുകളാണ്, ചെറിയ ചുള്ളിക്കമ്പുകൾ. വസ്സാഅതു ഔറാഖുഹാ, ആ ദിവസങ്ങളിലെ ഓരോ മണിക്കൂറുകളും ആ മരത്തിലെ ഇലകൾക്ക് സമാനമാണ്. വൽ അൻഫാസു തിമാറുഹാ, അതിലെ ഓരോ നിമിഷാർദ്ധങ്ങളും ആ മരത്തിലെ, ആ ഫലവൃക്ഷത്തിലെ ഫലങ്ങളാണ്, പഴങ്ങളാണ്. ഫമൻ കാനത് അൻഫാസുഹു ഫീ തഅത്തില്ലാഹ്, അതുകൊണ്ട് ആ നിമിഷങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ട് ഒരാൾ വിനിയോഗിച്ചാൽ ഫസമറതു ശജറതിഹി ത്വയ്യിബത്തുൻ മുബാറക, ആ മരത്തിന്റെ ഫലം അവന് പരലോകത്ത് മധുരമുള്ള, തേനൂറുന്ന മഹത്തായ ഫലവർഗ്ഗങ്ങളായി കൊയ്തെടുക്കാൻ സാധിക്കും സ്വർഗത്തിൽ. അതാണ് അവന് ലാഭം എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിൽ ഓരോ ദിവസവും, ഓരോ രാവും, ഓരോ പകലും പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കാനുള്ള കർമ്മവേദിയായി മനസ്സിലാക്കി സമയം നഷ്ടപ്പെടുത്താതെ മുൻഗാമികൾ സമ്പത്തിനേക്കാൾ, സ്വത്വത്തിനേക്കാൾ സമയത്തിന് കൽപ്പിച്ച വിലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദുനിയ സലാസതു അയ്യാം, ദുനിയാവ് കേവലം 3 ദിവസങ്ങളാണ്. ഒന്നാമത്തെ ദിവസം ഇന്നലകളാണ്. ഫൽ അംസ് ഖദ് മളത്, ഇന്നലകൾ അത് കഴിഞ്ഞുപോയി, ഇന്നലകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല. രണ്ടാമത്തെ ദിവസം അൽ ഗദ്, നാളെകളാണ്. ലഅല്ലക ലാ തുദ്രിക്, നാളെ നീ ബാക്കിയായേക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട, നാളെ നീ ജീവിച്ചിരിക്കുമെന്ന് നിനക്കൊരു പ്രതീക്ഷയും വേണ്ട. ബാക്കി നിനക്കുള്ളത് ഒരേ ഒരു ദിവസമാണ്. അല്യവും, ഇന്നുകളാണ് നിന്റെ ജീവിതം. അതുകൊണ്ട് ഫഅമൽ ഫീ, ഇന്നിനു വേണ്ടി നീ പണിയെടുക്കുക. സഹോദരങ്ങളെ, ഇന്നിനു വേണ്ടി പണിയെടുക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി, പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ മുതലെടുക്കാൻ നമ്മോട് ഗൗരവത്തിൽ ഉപദേശിച്ചു. ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ വിനിയോഗിക്കണം, മുതലെടുക്കണം. ശബാബക ഖബല ഹറമിക്, നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ. ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മെ പരിഗണിക്കുകയാണെങ്കിൽ നമ്മിൽ അധിക പേരും യുവാക്കളാണ്, യുവത്വത്തിലാണ്. നമ്മുടെ യുവത്വത്തെ വാർദ്ധക്യത്തിന് മുമ്പ് നമ്മൾ വിനിയോഗിക്കണം. വയസ്സാങ്കാലത്ത് തലമുടി രോമങ്ങളെല്ലാം നശിച്ച് അതിനെ നിരബാധിച്ച് ശാരീരിക ശേഷിയും ക്ഷമതയും നഷ്ടപ്പെട്ട് കിടക്കയിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ദുനിയാവിലൊരു മോഹവും അലട്ടാതെ ജീവച്ഛവമായി കിടക്കുമ്പോൾ പരലോക ചിന്തയെക്കുറിച്ചോ ആഖിറത്തിലേക്കുള്ള അമലിനെക്കുറിച്ചോ ചിന്തിച്ചിട്ട് കാര്യമില്ല. മറിച്ച് യുവത്വം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വിനിയോഗിക്കുക. വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് വസിഹതക ഖബല സഖമിക്, നിന്റെ ആരോഗ്യവേളയെ നിന്റെ രോഗാവസ്ഥക്ക് മുമ്പ് നീ മുതലെടുക്കുക. രോഗിയായതിനു ശേഷം മനസ്സ് ലോലമായിട്ട് കാര്യമില്ല. മറിച്ച് രോഗാവസ്ഥയിൽ അമൽ ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ആരോഗ്യവേളയിൽ ചെയ്തതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജന്യമായി നല്ല നീയത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ ആരോഗ്യവേളയിൽ രോഗാവസ്ഥക്ക് മുമ്പ് നമ്മൾ പണിയെടുക്കണം പരലോകത്തിന് വേണ്ടി. വഗിനാക ഖബ്ല ഫഖ്രിക്, നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ ധന്യതയെ ഐശ്വര്യവേളയെ നീ മുതലെടുക്കുക. പൈസയുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിനനുസരിച്ച് അവന് നന്ദി ചെയ്യുന്നവനായി മാറുക. ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ്. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നീ ജോലിയിലാകുന്നതിന് മുമ്പ്, നീ തിരക്കിലാകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുവേളകളെ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബ്ല മൗതിക്, നിന്റെ ജീവിതത്തെ ഉടനീളം ഖബ്ല മൗതിക്, ഏത് നിമിഷവും നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോടടുത്ത മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ഇതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെപ്പറ്റി അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ കാൽപാദങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. 5 കാര്യങ്ങളെ പറ്റി അവരോട് ചോദ്യം ചെയ്യപ്പെടാതെ, അവരതിന് മറുപടി പറയാതെ, അൻഉമുരിഹി ഫീമ അഫ്നാ, അവന്റെ ആയുസ് എന്തിലാണ് അവൻ നശിപ്പിച്ചത്, എന്തിനാണ് അവന്റെ ആയുസ് തുളച്ചു കളഞ്ഞത്, വഅൻ ശബാബിഹി ഫീമ അബ്ലാ, അവന്റെ യുവത്വം എന്തിനാണ് അവൻ വിനിയോഗിച്ചത്, യുവത്വം എന്തിനു വേണ്ടിയാണ് അവൻ ചെലവഴിച്ചത്, വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, സമ്പത്തിനെ പറ്റി ചോദ്യമുണ്ടാകും. 2 ചോദ്യങ്ങളാണ് സമ്പത്തിനെ പറ്റി. എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? നീ സമ്പാദിച്ച ഓരോ ചില്ലിക്കാശും ഓരോ നാണയത്തുട്ടും നീ എവിടെ നിന്ന് സമ്പാദിച്ചു? അള്ളാഹുവിന്റെ മുമ്പിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. തട്ടിപ്പിനും വെട്ടിപ്പിനും ഒരു ഉപായങ്ങൾക്കും ഒരു സൂത്രങ്ങൾക്കും അവിടെ പഴുതില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നീ സമ്പാദിച്ച ഓരോ നയാ പൈസയും സോഴ്സ് കാണിക്കേണ്ടി വരും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും. വഫീമ അൻഫഖ, പോരാ, വഫീമ അൻഫഖ, നീ സമ്പാദിച്ച ഓരോ പൈസയും എന്തിൽ നീ ചെലവഴിച്ചു? ഹറാമിലാണോ, ഹലാലിലാണോ, ധൂർത്തിലാണോ, അനാവശ്യത്തിലാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്ത് അവനെ അനുസരിച്ച് അവന് നന്ദി ചെയ്ത് ഹലാലായ മാർഗത്തിൽ വിനിയോഗിക്കാനാണോ നീ ചെലവഴിച്ചത്? വഫീമ അൻഫഖ, എന്തിൽ ചെലവഴിച്ചു? ചോദ്യമുണ്ടാകും. വമാദാ അമില ഫീമ അലിമ, എന്തു പഠിച്ചടോ നീ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്? എന്തു നീ അറിഞ്ഞു? എന്തു പഠിച്ചു? എന്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു? അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അത് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരലോകം നഷ്ടത്തിലാണ്, നരകത്തിന്റെ വിറകായി തീരേണ്ടവരായിത്തീരും നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനു മറുപടി കണ്ടെത്താനുള്ള കർമ്മഭൂമിയും പ്രവർത്തന മേഖലയുമാണ് ഈ ആയുസാകുന്ന ദുനിയാവിലെ ദിനരാത്രങ്ങളുടെ സഞ്ചാരമെന്ന് ഒരു മുസ്ലിം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമതാനി മഖ്ബൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ്, 2 അനുഗ്രഹങ്ങൾ
അധികം ആളുകളും വഞ്ചിതരായി പോകുന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്സഹത്ത്, ആയുസ്സാണ്, ആരോഗ്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട് അൽ ഫറാഗ്, ഒഴിവുവേളയാണ്, ഒഴിവു സമയമാണ്. ഇന്നത്തെ യുവാക്കൾക്ക് അതെമ്പാടുമുണ്ട്, ആരോഗ്യവും ഒഴിവു സമയവും. ഒപ്പം സമ്പത്തും കൂടി വന്നാൽ ഫിത്നകളുടെ പേമാരി വർഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ. ചില പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന മൻ ഇസ്തഅമല ഫറാഗഹു വസിഹതഹു ഫീ തഅത്തില്ലാഹ് ഫഹുവൽ മഅബൂദ്. ഒരാളുടെ ഒഴിവു സമയം, ഒരാളുടെ ആരോഗ്യം അല്ലാഹുവിനെ അനുസരിക്കുന്നത് ചെലവഴിച്ചാൽ അവൻ ലാഭം കൊയ്യുന്നവനാണ്. ومن استعملهما في معصية الله فهو المغبون. അത് അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ ആരാണോ വിനിയോഗിക്കുന്നത് അവനാണ് തീരാ നഷ്ടത്തിൽ അകപ്പെടുന്നവൻ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന്റെ അടയാളമാണ് ഒരു മനുഷ്യനോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഇദാഅത്തുൽ വഖ്ത്. അവൻ സമയം ഹറാമിലായി, അനാവശ്യങ്ങളിലായി, തോന്നിവാസങ്ങളിലായി ചെലവഴിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തെ സമൂഹത്തിന്റെ യുവതലമുറയുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ അവസ്ഥ അല്ല, വയോധികന്മാരുടെ, വയസ്സന്മാരുടെ, പ്രായമേറിയ ആളുകളുടെ അവസ്ഥ പോലും എന്താണ്? വിരൽ തുമ്പിൽ തങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്തു വാങ്ങിയ സ്മാർട്ട് ഫോണിൽ, നിർബാധമൊഴുകുന്ന ഇന്റർനെറ്റിൽ എത്ര സമയമാണ് അനാവശ്യങ്ങളിൽ, ഹറാമുകളിൽ, കണ്ണും കാതും കൽബും കവർന്നെടുക്കുന്ന പൈശാചികതയിൽ, ദുനിയാവിന്റെ മാസ്മരിസത്തിൽ എത്ര നേരമാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്? ഇല്ല. ഇളാഅത്തുൽ വഖ്ത്, സമയം നമ്മൾ അങ്ങനെ അനാവശ്യത്തിൽ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ സമയം കൊല്ലുന്നുവെങ്കിൽ നമ്മുടെ ആയുസ്സിനെയാണ് നമ്മൾ കീറിമുറിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, നിനക്ക് സമയം ഉപകാരമില്ലാത്തതിൽ ചെലവഴിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അല്ലാഹു നിന്നോട് കോപിച്ചതിന്റെ അടയാളമാണത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നീ അനാവശ്യത്തിൽ പാഴാക്കുക എന്നുള്ളത് നിന്നെ കൊല്ലുന്നതിനേക്കാൾ, ആത്മഹത്യയേക്കാൾ ക്രൂരമാണ്. നിന്റെ ശരീരത്തെ നീ തന്നെ കൊന്നു നശിപ്പിക്കുന്നതിനേക്കാൾ ക്രൂരമാണ് സമയത്തെ അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ നീ വിനിയോഗിക്കുക എന്നത്. കാരണം സമയം അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ നീ വിനിയോഗിക്കുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നും, പരലോകത്തിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും നിന്നെ നീ കീറിമുറിക്കുന്നത് പോലെയാണ്, നിന്നെ നീ വിച്ഛേദിക്കുന്നത് പോലെയാണ്. സമയം അനാവശ്യത്തിൽ വിനിയോഗിക്കുക എന്നത് പരലോകവുമായുള്ള ബന്ധം നീ മുറിച്ചിടുന്നത് പോലെയാണ്. അല്ലാഹുമായുള്ള നിന്റെ ബന്ധം നീ മുറിച്ചിടുന്നതിന് സമാനമാണ്. പക്ഷേ അതിനുമുമ്പ് നീ മരിക്കുകയാണെങ്കിലോ, വൽ മൗതു യുഖത്തിഉക അനി ദുനിയ വ അഹ്ലിഹാ. ദുനിയാവിൽ നിന്നേ നീ ഇവിടെ വാങ്ങുന്നുള്ളൂ. നീ മരിക്കുകയാണെങ്കിൽ നിന്നെ ദുനിയാവിൽ നിന്നും, ദുനിയാവിന്റെ ആളുകളിൽ നിന്നും മരണം മുറിച്ചിടും. പക്ഷേ നീ മരിക്കാതെ സമയം നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണെങ്കിലോ പരലോകത്ത് നിന്നും, അല്ലാഹുവിൽ നിന്നുമാണ് നിന്നെ അത് മുറിച്ചിടുന്നത്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ പരലോകത്തിന് വേണ്ടി പണിയെടുത്ത് മരിക്കലാണ് നിനക്കതിനേക്കാൾ ഖൈർ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. സ്വർഗം സത്യമാണ്, പരലോകം സത്യമാണ്, മരിക്കാതെ കാലാകാലം ശാശ്വതമായി അവിടെ ജീവിക്കുമെന്നത് സത്യമാണ്, സ്വർഗത്തിലെ സുഖാനുഭൂതികൾ സത്യമാണ്. അതുമാത്രമാണ് സത്യം. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഐഹിക ലോക ജീവിതത്തിലെ നശിക്കുന്ന അനശ്വരമായ വിഭവങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാചും അവന്റെ പൈശാചികതകളും ദുനിയാവിന്റെ പളവളപ്പുകളും നിങ്ങളെ വഞ്ചിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, ആരോഗ്യമുള്ളവർ രോഗികളാകും, പഴയതെല്ലാം പുതിയതെല്ലാം പഴയതാകും, ദുനിയാവിലെ അനുഗ്രഹങ്ങളെല്ലാം നശിക്കും, യുവത്വം വാർദ്ധക്യത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സഞ്ചാരത്തിൽ ദുനിയാവിനോട് വിടവാങ്ങി പരലോകത്തേക്ക് നമ്മൾ അടുക്കുന്നവരായിത്തീരും. അതിനിടയിൽ പെട്ടെന്ന് പൊടുന്നനെ ആകസ്മികമായി മരണം വന്നെത്തും. ഫമൻ സറഅ ഖൈറൻ ഫയൂശികു അൻ യഹ്സദ സവാബഹു അജ്റഹു. അതുകൊണ്ട് ആരാണോ ഈ പരലോകത്ത് നല്ല കൃഷിക്ക് വേണ്ടി വിളവെടുപ്പ് നടത്തുന്നത്, അവൻ ആഖിറത്തിൽ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ, ഒരിക്കലും നശിക്കാത്ത അനുഗ്രഹങ്ങൾ അത് കൊയ്തെടുക്കാൻ സാധിക്കും. ആരാണോ ഇവിടെ കൃഷി ചെയ്യാതെ നിർജീവനായി, നിഷ്ക്രിയരായി സമയത്തെ പാഴാക്കി ജീവിച്ചത്, അവന് പരലോകത്ത് തീരാനഷ്ടം കൊയ്തെടുക്കേണ്ടി വരും. നരകത്തിന്റെ ആഴക്കയങ്ങളിൽ അവൻ ആപതിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا
وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ارحم والدينا كما ربونا صغارا اللهم ارحم والدينا كما ربونا صغارا اللهم ارحم والدينا كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.